വലിയ പള്ളിയിൽ തയ്ച്ചു നിസ്കരിച്ച അങ്ങേ തലക്കുന്ന ഇങ്ങേ തല വരെ നിസ്കരിച്ചെത്തുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. ഞാൻ പേര് പറയണില്ലേ. അങ്ങേ തലക്കുന്ന ഇങ്ങേ തല വരെ നിസ്കരിക്കുക. അങ്ങനെ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറിക്കുക. അപ്പൊ ഇങ്ങനെ നിസ്കരിച്ച് 2 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് 2 റക്അത്ത്, അങ്ങനെ പോകുന്നു ഇങ്ങേ തലത്ത്. അപ്പോഴേക്ക് ഏകദേശം പിന്നെ 2 ദിവസം ഓതാൻ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ സുബഹി അങ്ങ് കൊടുക്കും. നല്ല ഉറങ്ങിയോ സുഖമായിട്ട്, ഖബറിൽ സന്തോഷമായിട്ട് ഉറങ്ങണ്ടേ. എന്നും കനൗമത്തില്ലറൂസ്. പുതുമണവാളൻ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ സന്തോഷമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഒരു വിശ്രാന്തിയിൽ ഒരു ഉറക്കുണ്ട്. അങ്ങനെ ഉറങ്ങുന്നതാണ് നല്ല മുഅ്മിനീങ്ങളോട് ഖബറിലെത്തുമ്പോൾ മാലാഖമാര് പറയാൻ. എത്ര വർഷത്തെ കാത്തിരിപ്പായിരിക്കും ഒരു പെണ്ണിനോടൊപ്പം സംസർഗം എന്നുള്ളത്. അത് സായുജ്യമാകുന്നു ഹലാലായ രീതിയിൽ. ആ സംതൃപ്തിയിലുള്ള ഒരു നല്ല വിശ്രാന്തി ഉണ്ട്. ആളയിലാണ്ട് ഉറങ്ങിപ്പോകുമല്ലോ. കനൗമത്തില്ലറൂസ്. അറൂസ് ഉറങ്ങണത് പോലെ ഉറങ്ങിക്കോന്ന ഖബറിൽ പറയാം. ഇവിടെ നല്ല സുഖമായിട്ട് AC ഇട്ടിട്ട് റജബിലും ഷഅബാനിലും ഒക്കെ ഒറ്റ രാവിൽ പോലും, വ്യാഴാഴ്ചയും തിങ്കളാഴ്ച പോലത്തെ രാവിൽ പോലും മുക്രട്ട് കൂർക്കം വലിച്ചുറങ്ങിയോ. ചിലപ്പോൾ ഖബറിൽ ഉറക്കം സാധ്യമാവില്ല. പടച്ചറബ് നമ്മളെ കാക്കട്ടെ. അപ്പൊ നിസ്കാരം എത്രമേൽ വർദ്ധിപ്പിക്കുന്നോ അതോട് സ്വർഗം നമ്മളോട് അടുത്ത് വരും.